നമസ്കാരം. പാകിസ്ഥാനിൽ അസാധാരണ സംഭവങ്ങൾ തുടർക്കഥയാവുകയാണ്. പണപ്പെരുപ്പത്തിനിടയിൽ അതിജീവനത്തിനുള്ള അടിസ്ഥാന ആവശ്യങ്ങൾ പോലും നിറവേറ്റാനാകാതെ പാകിസ്ഥാൻ ജനത നട്ടം തിരിയുകയാണ്, പോരാടുകയാണ്, അലറിക്കരയുകയാണ്. അപ്പോഴും നോക്കുകുത്തിയായി പാക് ഭരണകൂടം നിൽക്കുന്ന കാഴ്ചയാണ് ലോകം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പാകിസ്ഥാനിലെ ഒരു സാധാരണക്കാരന്റെ ജീവിതം അസാധാരണമായ അവസ്ഥകളിലൂടെയാണ് ഇപ്പോൾ കടന്നുപോകുന്നത്. കുതിച്ചുയരുന്ന പണപ്പെരുപ്പത്തിന്റെയും കടുത്ത തൊഴിലില്ലായ്മയുടെയും വെല്ലുവിളി നേരിടുന്നതിനാൽ ആളുകൾ ഇപ്പോൾ ദൈനംദിന ആവശ്യങ്ങൾക്കായി പാടുപെടുകയാണ്. പാകിസ്ഥാനിലെ പ്രധാന നഗരങ്ങളായ ലാഹോറിലും കറാച്ചിയിലുമൊക്കെ കാണാൻ കഴിയുക അതിജീവനത്തിനായി നട്ടം തിരിയുന്ന ജനങ്ങളുടെ കരളലിയിപ്പിക്കുന്ന കാഴ്ചകൾ തന്നെയാണ്. വിലക്കയറ്റത്തിൽ രാജ്യം വിറങ്ങലിക്കുകയാണ്. സമ്പാദിക്കുന്ന തുകയിൽ നിന്ന് പാകിസ്ഥാനിലെ സാധാരണ കുടുംബങ്ങൾക്ക് ധാന്യങ്ങളും പയറും പഴങ്ങളും പച്ചക്കറികളും ഒന്നും തന്നെ വാങ്ങാൻ കഴിയുന്നില്ല. എന്തിനു പഴങ്ങളും പച്ചക്കറികളും? അടിസ്ഥാന ഭക്ഷണം പോലും ലഭിക്കുന്നില്ല. എന്താണ് കഴിക്കാൻ അവശേഷിക്കുന്നത് എന്നാണ് അവരുടെ ചോദ്യം. ദരിദ്രർക്ക് അവസാനം ഒന്നും തന്നെ ഇല്ല എന്നും ജീവിതം മുന്നോട്ട് തള്ളി നീക്കാൻ ഒരു വഴിയും മുന്നിൽ ഇല്ലാത്ത സാഹചര്യത്തിൽ ആളുകൾ അതിജീവിക്കാൻ കുറ്റകൃത്യങ്ങൾ വരെ ചെയ്യുന്നു എന്ന വിവരമാണ് പുറത്തു വരുന്നത്. എല്ലാ അവശ്യ സാധനങ്ങളുടെയും ഉയർന്ന വില ജനങ്ങളെ വെല്ലുവിളിക്കുന്ന തരത്തിലാണ് എന്ന് വേണമെങ്കിൽ പറയാം. തങ്ങളുടെ പക്കൽ അവശേഷിക്കുന്ന ഒരേ ഒരു പോംവഴി സർക്കാരിനോട് അഭ്യർത്ഥിക്കുക എന്നുള്ളതാണ്. ജനങ്ങൾ ഒരേ സ്വരത്തിൽ ഇത് തന്നെയാണ് പറയുന്നത്. തങ്ങളെ കുറിച്ച് ചിന്തിക്കുക, കൂടുതൽ ചിന്തിക്കുക എന്നതാണ് ജനങ്ങളുടെ മുദ്രാവാക്യം തന്നെ. കറാച്ചിയിലെ ജനങ്ങൾ പറയുന്നത് ഇങ്ങനെയാണ്: രാജ്യത്തെ സാമ്പത്തിക പ്രതിസന്ധി ഉയർത്തിക്കാട്ടുകയും പണപ്പെരുപ്പ നിരക്ക് നിയന്ത്രിക്കാൻ സർക്കാർ ഉചിതമായ നടപടികൾ സ്വീകരിക്കണം. അതല്ലാത്ത പക്ഷം കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്ന് ഉറപ്പാണ്. മാംസം പാകിസ്ഥാനിലെ ജനങ്ങളുടെ ദൈനംദിന ഭക്ഷണത്തിന്റെ ഭാഗമാണ്. എന്നാൽ ഇപ്പോൾ ഒരു സാധാരണ തൊഴിലാളി വർഗ വ്യക്തിക്ക് അത് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമാണ് ഇതിന്റെ വില. പാകിസ്ഥാനിലെ എല്ലാ സാധനങ്ങൾക്കും ഇന്ന് ഉയർന്ന വിലയുണ്ട്. പണപ്പെരുപ്പം തടയാനുള്ള ഏറ്റവും നല്ല മാർഗം പെട്രോൾ വിലക്കയറ്റം ഉടനടി തടയുക എന്നതാണെന്നും ഒരു വിഭാഗം പറയുന്നുണ്ട്. അതേപോലെ തന്നെ പാകിസ്ഥാനിലെ ഉയർന്ന പണപ്പെരുപ്പത്തിന്റെ പ്രധാന കാരണങ്ങളിലൊന്ന് ഭരണകൂടം അവഗണിക്കുന്ന അഴിമതിയാണ് എന്നതാണ് മറ്റൊരു വാദം. പാകിസ്ഥാനിലെ ഉയർന്ന വൈദ്യുതി വിലയെ പരാമർശിച്ച് വൈദ്യുതി വില കൂടുന്നതിന്റെ ഏറ്റവും വലിയ കാരണം വൈദ്യുതി മോഷണമാണെന്നാണ് ജനങ്ങൾ പറയുന്നത്. ഇത് ഒരിക്കൽ നിയന്ത്രിച്ചാൽ ഉയർന്ന വൈദ്യുതി വിലയുടെ പ്രശ്നമുണ്ടാകില്ല. അഴിമതിക്കാരായ ഉദ്യോഗസ്ഥരെ പിടികൂടി ശിക്ഷിക്കുകയാണ് വേണ്ടത്. ഇത്തരം അഴിമതികൾ അവസാനിപ്പിക്കുകയാണ് വേണ്ടതെന്നാണ് ജനങ്ങൾ പറയുന്നത്. എന്തായാലും കടത്തിനായി പാകിസ്ഥാൻ IMF-നെ ഇപ്പോൾ വിടാതെ പിടികൂടിയിരിക്കുകയാണ്. പുതിയ ലോൺ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഈ മാസം പാകിസ്ഥാൻ സന്ദർശിക്കാനും നയങ്ങളും പരിഷ്കാരങ്ങളും ഒക്കെ ചർച്ച ചെയ്യാനും അന്താരാഷ്ട്ര നാണയനിധി മിഷൻ ഒരുങ്ങുമെന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട്. നയങ്ങളെയും പരിഷ്കാരങ്ങളെയും കുറിച്ചുള്ള ചർച്ചകൾക്കൊപ്പം പുതിയ സാമ്പത്തിക വർഷത്തേക്കുള്ള ഫെഡറൽ ബജറ്റും ചർച്ച ചെയ്യുമത്രേ. ഈ പദ്ധതിയുടെ വലുപ്പത്തേക്കാൾ പരിഷ്കാരങ്ങൾ ത്വരിതപ്പെടുത്താനാണ് IMF ശ്രമിക്കുന്നത് എന്നാണ് ലഭ്യമാകുന്ന മറ്റൊരു വിവരം. എന്നാൽ സന്ദർശനത്തിന്റെ തീയതിയും സമയവും ഒന്നും IMF ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. അതിനിടെ കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് പുതിയ വായ്പാ പാക്കേജിൽ IMF മിഷന്റെ സന്ദർശനത്തിന് മുന്നോടിയായിട്ട് സർക്കാർ ഉദ്യോഗസ്ഥർക്ക് സബ്സിഡി നൽകുന്നത് നിർത്താൻ തീരുമാനമെടുത്തിരുന്നു. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് പാകിസ്ഥാൻ ഏപ്രിൽ 30-ന് IMF-ൽ നിന്ന് $1.1 ബില്യൺ സ്വീകരിച്ചത്. കൂടാതെ IMF എക്സിക്യൂട്ടീവ് ബോർഡ് ഏപ്രിൽ 29 നടത്തിയ യോഗത്തിൽ സ്റ്റാൻഡ് ബൈ ക്രമീകരണത്തിന് കീഴിലുള്ള രണ്ടാമത്തെ അവലോകനം പൂർത്തിയാക്കുകയും പാകിസ്ഥാന് പണം നൽകുന്നതിന് അംഗീകാരം നൽകുകയും ചെയ്തിരുന്നു. എന്താകും ഇനിയുള്ള നീക്കങ്ങൾ എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണണം. പാകിസ്ഥാന്റെ സ്ഥിതി ദിനം പ്രതി വഷളായിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. രാജ്യം അതിന്റെ വൻതോതിലുള്ള വിദേശ കടബാധ്യതകൾ കാരണം തിരിച്ചടവിന്റെ അപകട സാധ്യതയാണ് ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. പാകിസ്ഥാന്റെ കടത്തിന്റെ ഒരു പ്രധാന പങ്ക് ബഹുരാഷ്ട്ര സ്ഥാപനങ്ങൾക്കാണ് എന്നത് എടുത്തു പറയണം. ഏകദേശം $45 ബില്യൺ വരും ഇത്. ലോകബാങ്കിന് $18 മില്യൺ, അതേപോലെ ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിൽ $15 ബില്യൺ, IMF $7.6 ബില്യൺ. ഇതൊക്കെ പാകിസ്ഥാന്റെ പ്രധാന ബഹുമുഖ കടക്കാരിൽ ഉൾപ്പെടുന്നവരാണ്. ഇസ്ലാമിക് ഡെവലപ്മെന്റ് ബാങ്കിനും ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിനും പാകിസ്ഥാൻ ചെറിയ തുകകൾക്കാണ് കടപ്പെട്ടിരിക്കുന്നത്. പാകിസ്ഥാന്റെ മൊത്തം കടത്തിന്റെ ഗണ്യമായ തുകയാണെങ്കിലും ബഹുമുഖ കടം പാകിസ്ഥാന് വലിയ ഹ്രസ്വകാല അപകട സാധ്യതകൾ നൽകുന്നില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും സാഹചര്യങ്ങൾ മാറി മറിയുന്ന ഒരു അവസ്ഥ കൂടി ഉണ്ട്. 18 മുതൽ 30 വർഷം വരെ നീണ്ടു നിൽക്കുന്ന തിരിച്ചടവ് സമയപരിധിയുള്ള മിക്ക ലോണുകളുടെയും നിബന്ധനകൾ വലിയ തോതിൽ ഇളവുള്ളതാണെന്നും പറയപ്പെടുന്നുണ്ട്. പക്ഷേ സാഹചര്യങ്ങൾ ഇപ്പോഴും അതീവ ഗുരുതരമായിട്ടാണ് തുടരുന്നത്. ജനങ്ങളുടെ സ്ഥിതി അതീവ ഗുരുതരമായിക്കൊണ്ടിരിക്കുകയാണ്. അവശ്യ സാധനങ്ങൾക്ക് പോലും നട്ടം തിരിയുന്ന, കുറ്റകൃത്യങ്ങളിലേക്ക് തിരിയുന്ന ജനങ്ങൾ വലിയ പ്രതിസന്ധി ായിരിക്കും രാജ്യത്തിന് ഉണ്ടാക്കി കൊടുക്കുക. ഇനിയെങ്കിലും ഭരണകൂടം കൃത്യമായ നീക്കങ്ങളിലേക്ക് കടന്നില്ല എങ്കിൽ അത് പാകിസ്ഥാൻ എന്ന രാജ്യത്തിനെ ബാധിക്കുന്നത് വലിയ രീതിയിൽ തന്നെയായിരിക്കും.